بسم الله الرحمن الرحيم. إنا لننصر رسلنا والذين آمنوا في الحياة الدنيا ويوم يقوم الأشهاد يوم لا ينفع الظالمين معذرتهم ولهم اللعنة ولهم سوء الدار. ولقد آتينا موسى الهدى وأورثنا بني إسرائيل الكتاب هدى وذكرى لأولي الألباب. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1639 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഗാഫിറിലെ 51 മുതൽ 54 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا لننصر رسلنا والذين آمنوا في الحياة الدنيا ويوم يقوم الأشهاد يوم لا ينفع الظالمين معذرتهم ولهم اللعنة ولهم سوء الدار. ولقد آتينا موسى الهدى وأورثنا بني إسرائيل الكتاب هدى وذكرى لأولي الألباب. صدق الله العظيم. സൂറത്ത് ഗാഫിറിലെ 51 മുതൽ 54 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മൂസ അലൈഹി ഇസ്ലാം ഒരു വലിയ പ്രതിസന്ധി നേരിട്ട ഘട്ടത്തില് ആലു ഫിറഔൻ വിഭാഗത്തിൽപ്പെട്ട ഒരു റജുലുൻ മുഅ്മിനുൻ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച വ്യക്തി ഇടപെട്ട സംഭവങ്ങളാണ്. അദ്ദേഹം മൂസ അലൈഹി ഇസ്ലാമിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഒക്കെ ഫിറൗനെയും ഹാമാനെയും ഖാറൂനെയും അതുപോലെ ഈജിപ്തിലെ ജനതയെ പൊതുവായും കേൾപ്പിച്ച ചില ന്യായവാദങ്ങളും യുക്തിതലങ്ങളുമാണ് നമ്മൾ പിന്നിട്ട ആയത്തുകളിൽ വിശദമായി പരാമർശിക്കപ്പെടുന്ന കാണുകയുണ്ടായത്. അദ്ദേഹത്തിന്റെ സംസാരവും ഉപസംഹരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായ ഒരു കാര്യം, ഫസതദ്കുറൂന മാ അഖൂലു ലക്കും, ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഓർക്കുന്ന ഒരു സന്ദർഭം വൈകാതെ വരും. വൗഫവ്വിലു അംരി ഇലല്ലാഹ്, എന്റെ കാര്യം ഞാൻ പൂർണ്ണമായിട്ട് അള്ളാഹുവിന് സമർപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്, തന്റെ ദാസന്മാരെ സൂക്ഷ്മമായിട്ട് കാണുന്നവനാണ് തീർച്ചയായിട്ടും അള്ളാഹു എന്നാണ് അദ്ദേഹം സംസാരം ഉപസംഹരിച്ചുകൊണ്ട് പറയുകയുണ്ടായത്. അതിനെ തുടർന്ന് അള്ളാഹു വിവരിക്കുകയുണ്ടായത്, അവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ കാത്തു സംരക്ഷിച്ചു. ഫിറൗനും കൂട്ടരും കടുത്ത ദൈവിക ശിക്ഷ ഏറ്റുവാങ്ങുന്ന വിധത്തിൽ അവരെ സൂഉൽ അദാബ് വലയം ചെയ്യുകയുണ്ടായി. അതോടെ അവർ ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കപ്പെട്ടു. അതാണ് ചുരുക്കി പറയുന്നത്. അങ്ങനെ അതിനെ തുടർന്ന് അവര് ദൈവിക ശിക്ഷ എന്നുള്ള നിലക്കാണ് അവരെ ആ ദുരന്തം പിടികൂടിയത്. അതിനെ തുടർന്ന് അവര് രാവിലെയും വൈകുന്നേരവും നരകത്തിന്റെ മുന്നിൽ അവര് ഹാജരാക്കപ്പെടുന്നു, അല്ലെങ്കിൽ നരകം അവർക്ക് അനുഭവവേദ്യമാകുന്ന വിധത്തില് കാണിക്കപ്പെടുന്നു. അതിനെ തുടർന്ന് പിന്നെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാള് ആഗതമാവുന്നതോടെ അവര് ഏറ്റവും കടുത്ത ശിക്ഷയിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകപ്പെടുകയും ചെയ്യുകയാണ്. ഈ കാര്യങ്ങളാണ് വിവരിക്കപ്പെട്ടത്.
തുടർന്ന് നരകത്തില് സംജാതമാകുന്ന ഒരു രംഗം വിവരിക്കപ്പെടുകയുണ്ടായി. ദുർബലര് ഭൂമുഖത്തെ കാലയളവില് കേമന്മാരായി നടന്നിരുന്ന ആളുകളോടൊപ്പം നരകത്തിൽ കിടക്കുന്ന ഒരു രംഗമാണ്. ആ ഘട്ടത്തിൽ ദുർബലർ ആയിരുന്നവർ കേമന്മാരായിരുന്ന ആളുകളോട് പറഞ്ഞൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. ഞങ്ങള് നിങ്ങളുടെ അനുയായികളായിട്ട് നിലകൊണ്ടിരുന്ന ആളുകളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന അല്ലെങ്കിൽ മുക്തി നൽകുന്ന എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്താൻ സാധിക്കുമോ, ഒരല്പനേരത്തേക്കെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് ചോദിക്കുന്ന ഒരു കാര്യം. അവര് പറയുന്നത് നമ്മളെല്ലാവരും ഒരേ അവസ്ഥയിലാണ്, ഇപ്പോ എല്ലാവരും നരകത്തിൽ തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്നാണ്. പിന്നെ തുടർന്ന് നരകത്തിന്റെ കാവൽക്കാരോട് ആ നരകത്തില് പതിച്ച ആളുകള് അള്ളാഹുവിന്റെ അടുക്കൽ തങ്ങൾക്ക് വേണ്ടി ഇടപെട്ട് അള്ളാഹുവിനോട് കേണപേക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്ക് ഈ നരകത്തിൽ നിന്ന് മുക്തി നൽകണം എന്ന കാര്യം അള്ളാഹുവിനോട് പറയാൻ വേണ്ടി. അപ്പോ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ അവരോട് ചോദിക്കുന്നത്, നിങ്ങളുടെ അടുക്കലേക്ക് പ്രമാണങ്ങളും തെളിവുകളും ഒക്കെയായിട്ട് അള്ളാഹുവിന്റെ ദൂതൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ? അവര് പറഞ്ഞു, അതെ വന്നിട്ടുണ്ടായിരുന്നു. എങ്കിൽ നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചോളൂ അള്ളാഹുവിനോട്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇടപെട്ട് സംസാരിക്കുകയില്ല, ഞങ്ങൾക്ക് അതിന് അനുമതിയില്ല. എന്നാൽ ഈ നിഷേധികളുടെ പ്രാർത്ഥന ഒരു ഫലവും ഉണ്ടാക്കുകയില്ല, അത് ഒരു ഫലവും ഉളവാക്കുകയില്ലാത്തതാണ് അവരുടെ പ്രാർത്ഥന എന്നുകൂടി അള്ളാഹു അവരെ കേൾപ്പിക്കുന്ന വിധത്തില് അവിടെ മലക്കുകൾ പറയുകയാണ് അവരോട്. ആ നരകവാസികളോട് നിഷേധികളായി നിലകൊണ്ട ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് യാതൊരു ഫലവും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന കാര്യം കൂടി അറിയിക്കപ്പെടുകയാണ്. അതിനെ തുടർന്നാണ് മറ്റൊരു വിഷയത്തിലേക്ക്, ഇതുമായി ബന്ധമുള്ളത് തന്നെയാണ്, പക്ഷെ മറ്റൊരു വിഷയത്തിലേക്ക് അള്ളാഹു തിരിയുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ കേൾപ്പിച്ചിട്ടുള്ള 51 മുതൽ 54 വരെയുള്ള ആയത്തുകളിൽ ഇതുമായി ബന്ധമുണ്ടെങ്കിലും മറ്റൊരു വിഷയമാണ് പ്രതിപാദിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഇന്ന ലനൻസുറു റുസുലന, നിശ്ചയമായിട്ടും നമ്മുടെ ദൂതന്മാരെ നാം സഹായിക്കുക തന്നെ ചെയ്യും. അത് നമ്മുടെ തീരുമാനമാണ്, അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. ഇന്ന ലനൻസുറു റുസുലന, നാം ചുമതലപ്പെടുത്തിയ ദൗത്യം നിർവഹിക്കുന്നതിനായിട്ട് രംഗത്ത് വന്ന ദൂതന്മാരെ തീർച്ചയായിട്ടും നാം സഹായിക്കും. വല്ലദീന ആമനു, വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ആ മാർഗത്തിൽ വന്ന ആളുകളെയും നാം സഹായിക്കും. ഫിൽ ഹയാത്തി ദുനിയ, ഈ ഭൗതിക ലോകത്ത് അവർക്ക് നാം സഹായം ചെയ്യും. വയൗമ യഖൂമുൽ അശ്ഹാദ്, സാക്ഷികൾ എണീറ്റ് വരുന്ന, സാക്ഷികൾ ഹാജരാവുന്ന നാളിലും നാം അവർക്ക് സഹായകമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. നിർണായകമായ ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ ദൂതന്മാർക്കായിട്ട് അള്ളാഹു രക്ഷയും അവരുടെ സംരക്ഷണവും ഒക്കെ ഒരുക്കുന്ന ഒരു നടപടി സ്വീകരിക്കും. ഭൗതിക ലോകത്ത് അള്ളാഹുവിന്റെ സഹായം അവർക്കും അവരുടെ ആ ശരണി പിന്തുടർന്നുകൊണ്ട് രംഗത്ത് വന്ന വിശ്വാസികൾക്കുമായിട്ട് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അതുപോലെ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ, അന്നാണ് സാക്ഷികള് ഹാജരാക്കപ്പെടുന്നത്. വയൗമ യഖൂമുൽ അശ്ഹാദ്, സാക്ഷികൾ എണീറ്റ് നിൽക്കുന്ന ഒരു നാള് വരാനുണ്ട്. ആ നാളിൽ അവിടെയും അവർക്ക് സഹായം നമ്മുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നതാണ് എന്നാണ് അള്ളാഹു ഇവിടെ ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യം. പിന്നീട് ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ആ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആയത്തുകളെ കാണുമ്പോൾ അത് മൂസ അലൈഹി ഇസ്ലാമിനെയും അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്ന റജുലുൻ മുഅ്മിനും മിൻ ആലി ഫിറഔൻ
എന്ന് പരാമർശിക്കപ്പെട്ട വ്യക്തിയെയും, അതുപോലെ ആ മാർഗത്തില് മൂസ അലൈഹി ഇസ്ലാമിനോടൊപ്പം ഉറച്ചു നിന്ന ബനു ഇസ്രായേൽ സമൂഹം, അങ്ങനെ ആരൊക്കെയാണോ അദ്ദേഹത്തിന്റെ ആദർശപാത പിൻപറ്റാൻ രംഗത്ത് വന്നതും സന്നദ്ധരായവരും ഒക്കെ, അവരെ ഒക്കെയും ഭൗതിക ലോകത്തും അതുപോലെ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ സാക്ഷികൾ എണീറ്റ് നിൽക്കുന്ന നാളിലും തീർച്ചയായിട്ടും നാം അവരെ സഹായിക്കുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു കൂടെ പറയുന്നത്. ആ നാളിനെ തുടർന്ന് വിവരിക്കുകയാണ്. യൗമലായംഫഉൽ മഅദിറത്തുഹും, ആ സാക്ഷികൾ ഹാജരാവുന്ന, സാക്ഷികൾ എണീറ്റ് നിൽക്കുന്ന ആ നാളിന്റെ ഒരു പ്രത്യേകത, ലാ യംഫഉൽ ളാലിമീന മഅദിറത്തുഹും, അതിക്രമകാരികൾക്ക് അവരുടെ ഉദ്റുകൾ, അവരുടെ ന്യായവാദങ്ങളും എക്സ്ക്യൂസസും ഒന്നും, അവരുടെ മഅദിറത്തുകളൊന്നും ഫലം ചെയ്യുകയില്ലാത്ത ഒരു നാളാണ്. ഭൗതിക ലോകത്ത് ഏത് കുറ്റവാളിക്കും കാര്യങ്ങളെ അയാൾക്ക് അനുകൂലമാക്കുന്ന വിധത്തിൽ സംസാരിക്കാനും ന്യായങ്ങൾ നിരത്താനും ഒക്കെ സാധിച്ചെന്ന് വരും. അതിന് പിൻബലമായിട്ട് സാക്ഷികളും രംഗത്ത് വന്നു എന്ന് വരും. കോടതി പ്രക്രിയകളിൽ പലപ്പോഴും സംസാരിക്കാനും തെളിവ് നിരത്താനും കഴിയുന്നവർ വിജയം നേടുന്നതും, യഥാർത്ഥത്തിൽ ആരുടെ ഭാഗത്താണോ ന്യായവും നീതിയും ഒക്കെ അല്ലെങ്കിൽ സത്യവും ഒക്കെ ഉള്ളത്, അവര് കോടതി വ്യവഹാരങ്ങളിൽ പരാജയപ്പെട്ടു പോകാനും ഒക്കെ സാധ്യത വളരെ കൂടുതലുണ്ട്. അങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ എന്നാൽ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന സാക്ഷികള് എണീറ്റ് നിന്ന് അള്ളാഹുവിന്റെ മുന്നിൽ സാക്ഷ്യം പറയുന്ന ആ നാളില് ലാ യംഫഉൽ ളാലിമീന മഅദിറത്തുഹും, ളാലിമുകൾക്ക്, അതിക്രമകാരികൾക്ക് അവരുടെ ചെയ്തികൾക്കുള്ള ന്യായമായിട്ട് അവർ ബോധിപ്പിക്കുന്ന മഅദിറത്തുകളൊന്നും ഫലം ചെയ്യുകയില്ല. മഅദിറത്ത് എന്ന് പറഞ്ഞാല് എക്സ്ക്യൂസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുക. മലയാളത്തിൽ ഒഴികഴിവുകൾ എന്ന് പറയും. അങ്ങനെ ആയത് എന്തുകൊണ്ട്, ഇങ്ങനെ ചെയ്തത് എന്തുകൊണ്ട് എന്നതിന് ചില ന്യായങ്ങൾ പറഞ്ഞാൽ ചിലപ്പോ അത് കുഴപ്പമില്ലല്ലോ, അത് അവനെ കുറ്റപ്പെടുത്താൻ പറ്റൂലല്ലോ എന്നൊക്കെ ആളുകൾ അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും. ഭൗതിക ലോകത്തെ കോടതികളും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത്. ചില ന്യായങ്ങള് ഈ പ്രതിക്ക് എതിരിൽ, പ്രതിയുടെ പക്ഷത്തിനെ അനുകൂലിക്കുന്ന വിധത്തിൽ പ്രതിക്ക് ഗുണകരമാകുന്ന ചില ന്യായങ്ങൾ വന്നാൽ, വളരെ പ്രത്യക്ഷമായ തെളിവുകൾ ഉണ്ടെങ്കിൽ പോലും അത് ആ ന്യായങ്ങൾ കാരണമായിട്ട് ആ തെളിവുകളൊന്നും സ്വീകരിക്കപ്പെടാതെ പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവാം. ഇവിടെ ളാലിമുകളുടെ കാര്യത്തിൽ അള്ളാഹു പറയുന്നത്, ഈ യൗമ യഖൂമുൽ അഷ്ഹാദ്, സാക്ഷികൾ എണീറ്റ് നിൽക്കുന്ന ആ നാളിൽ, അത് ളാലിമുകൾക്ക് അവരുടെ ന്യായങ്ങളൊന്നും, അവരുടെ എക്സ്ക്യൂസസ് ഒന്നും ഫലം ചെയ്യുകയില്ലാത്തൊരു നാളാണ്. ഈ ന്യായങ്ങൾ പറയുക എന്നത്, ഉദുറ് പറയുക, മഅദിറത്ത് ബോധിപ്പിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വലിയൊരു സാമർഥ്യമായിട്ട് പരിഗണിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. സ്മാർട്ട്നെസ്സോ ക്ലവർനെസ്സോ ഒക്കെ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഗതിയാണ്. ഒരു സന്ദർഭത്തില് അത് സാഹചര്യം മുഴുവനും നമുക്ക് എതിരായി മാറാൻ ഇടയുള്ളത് നമ്മൾ ചില ന്യായങ്ങൾ പറയുന്നത് കാരണമായി നമുക്ക് അനുകൂലമായി എന്ന് വരും. അത് ഭൗതിക ലോകത്ത് നമുക്ക് സംസാരിക്കാനും നമ്മളുടെ ന്യായങ്ങൾ നിരത്താനും ഒക്കെ പറ്റുന്ന ഒരു സംവിധാനത്തിനകത്ത് അതൊക്കെ സാധിച്ചു എന്ന് വരും. പക്ഷെ അഷ്ഹാദ് ഹാജരാക്കപ്പെടുന്ന നാളിൽ സാക്ഷികൾ എന്ന് പറയുന്നത് മനുഷ്യരാവാം, ഈ ബന്ധപ്പെട്ട വ്യക്തിയുടെ തന്നെ ശരീരാവയവങ്ങളാവാം, പ്രവാചകന്മാരാവാം, വിശ്വാസി സമൂഹത്തിലെ പ്രതിനിധികളാവാം, പലരും ഉണ്ടാവും ഈ സാക്ഷികളായിട്ട് ഹാജരാക്കപ്പെടും. അപ്പൊ ഈ വക ബഹുമുഖമായ സാക്ഷ്യങ്ങൾ വരുന്നതോടെ അന്ന് ളാലിമുകൾക്ക് അവരുടെ ന്യായങ്ങളും അവരുടെ വിശദീകരണങ്ങളും ഒന്നും ഫലം ചെയ്യാൻ പോകുന്നില്ല എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. കാരണം ഏത് ന്യായം ഉന്നയിച്ചാലും അതിന് മറുന്യായം വ്യക്തമായി
അവതരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണത്. ഒരാൾക്ക് അയാളെ ന്യായീകരിച്ചുകൊണ്ട് ചിലതൊക്കെ പറയാൻ പറ്റിയെന്ന് വരും. പക്ഷേ അയാളുടെ ശരീരാവയവങ്ങളും അതുപോലെ അയാൾ നിലക്കൊണ്ടിരുന്ന ചുറ്റുപാടുകളും ഭൂമിയിലുള്ള നമുക്ക് കാണാനും അനുഭവിക്കാനും കഴിയുന്നത് ഉൾപ്പെടെയുള്ള സകല സംഗതികളും സാക്ഷ്യം വഹിക്കുന്ന ഒരു രംഗം ഉണ്ടാവുമ്പോൾ അവിടെ സത്യമല്ലാതെ ന്യായമായതല്ലാതെ അവിടെ വിജയിക്കുന്ന വിഷയമേ ഉണ്ടാവുകയില്ല. അപ്പോ അങ്ങനെയുള്ള ഒരു നാളാണത്. അങ്ങനെയുള്ള നാളിലും അള്ളാഹുവിന്റെ സഹായം അവന്റെ ദൂതന്മാർക്കും ആ ദൂതന്മാരെ പിന്തുണച്ചുകൊണ്ട് നിലകൊണ്ട വിശ്വാസികൾക്കും ഉണ്ടാകും, ലഭിക്കും എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. യൗമ ലാ യൻഫഉ ളാലിമീന മഅ്ദിറതുഹും. മാത്രമല്ല ആ നാളിൽ ളാലിമുകൾക്ക് ന്യായങ്ങളൊന്നും ഗുണം ചെയ്യുകയില്ല, ഒഴികഴിവുകളൊന്നും പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു തലമാണെങ്കിൽ, വേറെ നിലക്ക് വലഹുമുൽ ലഅന, അവർക്ക് ശാപമാണ് ഉണ്ടാവുക എന്ന്. സകലരും അവരെ ശപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അള്ളാഹുവും അവന്റെ മാലാഖമാരും വിശ്വാസികളും ലോകം മുഴുവനും അവരെ ശപിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. വലഹുമുൽ ലഅന എന്ന് പറഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള ഗ്രൗണ്ട് സപ്പോർട്ടും അവർക്ക് ലഭിക്കുന്നതല്ല. വലഹും സൂഉദ്ദാർ, ഏറ്റവും ദൗർഭാഗ്യകരമായ ദുർഭഗമായ ഭവനമാണ് അവർക്ക് നൽകപ്പെടുക. ദാറുൽ ആഖിറ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സൂഉദ്ദാറാണ്. ഏറ്റവും ദൗർഭാഗ്യകരമായ, ഏറ്റവും നികൃഷ്ടമായ ഒരു ഭവനമാണ് അവർക്ക് വസിക്കാനായിട്ട് അന്നുണ്ടാവുക. അപ്പോൾ ളാലിമുകൾക്ക് ഇവിടെ അത് പ്രത്യേകമായി പറയുമ്പോൾ വ്യക്തമായിട്ടും അതിൽ ചില മുഖങ്ങൾ തെളിഞ്ഞു വരും നമ്മളുടെ മനസ്സിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഫിറൗനും ഹാമാനും ഖാറൂനും ഒക്കെ അടങ്ങുന്ന മൂസ അലൈഹി ഇസ്ലാമിനെയും സംഘത്തെയും പരാജയപ്പെടുത്താൻ, അവരെ കായികമായി തന്നെ ഉന്മൂലനം ചെയ്യാൻ മുതിർന്ന് ഇറങ്ങിയിരുന്ന ഈജിപ്തിലെ ഭരണവും സ്വാധീനവും നിയന്ത്രണവും ഒക്കെ ഉണ്ടായിരുന്ന ആ കേമന്മാര്, തീർച്ചയായിട്ടും അവര് ഈ ളാലിമുകളുടെ ഇവിടെ പരാമർശിക്കപ്പെട്ട കൂട്ടത്തില് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്ന സൂചന. ആ നാളില് ലാ യൻഫഉ ളാലിമീന മഅ്ദിറതുഹും, അവർക്ക് എന്ത് വിശദീകരണങ്ങൾ പറയാൻ, എന്ത് ഒഴികഴിവുകളും ന്യായങ്ങളും പറയാൻ അവർക്കുണ്ടായിരുന്നാൽ പോലും അതൊന്നും അവർക്ക് ഗുണം ചെയ്യൂല എന്ന് മാത്രമല്ല, വലഹുമുൽ ലഅന, അവർക്ക് ശാപമാണുള്ളത്. വലഹും സൂഉദ്ദാർ, ഏറ്റവും ദുർഭഗമായ, ഏറ്റവും നികൃഷ്ടമായ ഭവനമായിരിക്കും അവർക്ക് ആ നാളിൽ ഉണ്ടാവുക. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുന്നത് ആ സംഭവത്തിന്റെയൊക്കെ ഒരു ഔട്ട്കം എന്തായിരുന്നു എന്ന നിലക്ക് വ്യക്തമാക്കുന്നത്, വലഖദ് ആതൈന മൂസൽ ഹുദ വ ഔറസ്ന ബനി ഇസ്രാഈലൽ കിതാബ്. നിശ്ചയമായിട്ടും മൂസ അലൈഹിസ്സലാമിന് നാം മാർഗദർശനം അരുളുകയുണ്ടായി. വലഖദ് ആതൈന മൂസൽ ഹുദ, മൂസ അലൈഹി ഇസ്ലാമാണല്ലോ ഒരു പക്ഷത്തിന്റെ നായകനായിട്ടുള്ളത് അവിടെ. മൂസ അലൈഹി ഇസ്ലാം നിലക്കൊണ്ട ആ പാത സത്യത്തിൻ്റെതായിരുന്നു, നീതിയുടെയും ന്യായത്തിൻ്റെതുമായിരുന്നു. അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സത്യസാക്ഷ്യമാണ് അവർ നിർവഹിച്ചു കൊണ്ടിരുന്നത്. അള്ളാഹു അവർക്ക് ജീവിത മാർഗദർശനം അരുളുകയുണ്ടായി എന്നതാണ് അതിന്റെ ഒരു ഫലമായിട്ട് അവർക്ക് ഉണ്ടായ ഒരു നേട്ടം. ളാലിമുകൾ യാതൊന്നും നേടിയില്ല, അവരുടെ ന്യായവാദങ്ങളൊന്നും തന്നെ അവർക്ക് ഗുണം ചെയ്തില്ല. ഭൗതിക ലോകത്തും ഉണ്ടായില്ല, പാരത്രിക ലോകത്തും അവർക്ക് അത് യാതൊരു ഫലവും നൽകുകയുണ്ടായില്ല. എന്നാൽ മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹു മാർഗദർശനം അരുളി, ജീവിത മാർഗദർശനം. തുടർന്ന് ഈജിപ്റ്റ് വിട്ടു പോകുന്നതിനെ തുടർന്ന് അവര് സിനായ് മരുഭൂമിയിലും അവിടുന്ന് അങ്ങോട്ടുമൊക്കെയുള്ള അവരുടെ ജീവിത പ്രയാണത്തില് അള്ളാഹുവിന്റെ മാർഗദർശനം അവർക്ക് നിരന്തരമായി ലഭിച്ചുകൊണ്ടിരുന്നു. തൗറാത്തിന്റെ ഭാഗങ്ങള് അവതരിപ്പിക്കപ്പെട്ടു. അതുപോലെ ദൈവിക മാർഗദർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളും അതുപോലെ കൽപ്പനകളും ഒക്കെ ലഭിക്കുകയുണ്ടായി.
ബനൂ ഇസ്രായേൽ സമൂഹത്തെ അള്ളാഹു ഏറ്റവും ഉന്നതരായ ആളുകളുടെ, ഏറ്റവും യോഗ്യരായ ആളുകളുടെ ഒരു സമൂഹമാക്കി അതിനെ തുടർന്നുള്ള കാലത്ത് പരിവർത്തിപ്പിക്കുകയുണ്ടായി എന്നതൊക്കെ നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. അപ്പൊ മൂസ അലൈഹി ഇസ്ലാമിന് നാം മാർഗദർശനം അരുളുകയുണ്ടായി. മാത്രവുമല്ല ഔറസിന ബനി ഇസ്രായേൽ അൽ കിതാബ്, ബനു ഇസ്രായേലിനെ, ഇസ്രായേൽ സമൂഹത്തിനെ വേദഗ്രന്ഥത്തിന്റെ അനന്തരാവകാശികളാക്കി മാറ്റുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ മൂസ അലൈഹി ഇസ്ലാം എന്നൊരു വ്യക്തിക്ക് മാത്രമല്ല, മൂസ അലൈഹി ഇസ്ലാം ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ വിമോചകനായിട്ടാണ് അവിടെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. മൂസ അലൈഹി ഇസ്ലാമിന്റെ ആ സമൂഹം, അദ്ദേഹം കൂടി അതിന്റെ ഭാഗമായിരുന്നു. ആ സമൂഹം ബനു ഇസ്രായേൽ എന്ന സമൂഹം, ആ സമൂഹത്തെ വേദത്തിന്റെ, ദൈവിക വേദത്തിന്റെ അനന്തരാവകാശികളാക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. വേറെ പലയിടത്തും ഇതിന്റെ വിശദാംശങ്ങൾ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ നൽകുന്നുണ്ട്. ഇപ്പൊ ഫദ്ദൽനാക്കും അലൽ ആലമീൻ എന്നൊക്കെയുള്ള വിധത്തിൽ വിവരിക്കപ്പെടുന്നതാണ്. ലോകരുടെ കൂട്ടത്തിൽ, ലോക മനുഷ്യ സമൂഹങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വലിയ ഫളല് നൽകി, നിങ്ങൾക്ക് വലിയ ശ്രേഷ്ഠമായ ചുമതലയും പദവിയും സ്ഥാനവും ഒക്കെ നൽകി എന്ന് അള്ളാഹു പരാമർശിക്കുന്നത് കാണാം. ബനു ഇസ്രായേൽ സമൂഹമായിരുന്നു മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലത്തെ തുടർന്ന് ദീർഘമായൊരു കാലം ഒന്നിനു പുറകെ മറ്റൊന്നായി പ്രവാചകന്മാരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരും ലോകത്തെ മനുഷ്യ സമൂഹങ്ങളെ സത്യമാർഗത്തിലേക്ക് വഴികാട്ടുന്ന ചുമതല ഏൽപ്പിക്കപ്പെട്ടവരും അത് നിർവഹിക്കുന്നതിന് വേണ്ടി നിർണായകമായ പല ഘട്ടങ്ങളിലും ദൈവികമായ ഇടപെടലും സഹായവും ഒക്കെ ഉണ്ടായി അത് ഏറ്റുവാങ്ങാൻ ഭാഗ്യം ലഭിച്ചവരും ഒക്കെ ആയ ആളുകൾ. വലിയ പരീക്ഷണങ്ങൾക്ക് അവർ വിധേയമാകുന്നു, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള തിരിച്ചടികൾ ഉണ്ടാകുന്നു, അവര് പല വിധത്തിലുള്ള ദൈവിക ശിക്ഷകളും അല്ലെങ്കിൽ പാഠം പഠിപ്പിക്കലും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നതൊക്കെ ഉണ്ട്. അതൊക്കെ ഇരിക്കെ തന്നെ ബനു ഇസ്രായേൽ സമൂഹം ആ കാലഘട്ടത്തിൽ ദീർഘമായ ഒരു കാലം മനുഷ്യ സമൂഹത്തിൽ തന്നെ വെച്ച് ഏറ്റവും ഫضല് നൽകപ്പെട്ടിരുന്ന ഒരു കൂട്ടരാണ്. അള്ളാഹു അവരെ അല്ലെങ്കിൽ പ്രവാചകന്മാരെ മുൻനിർത്തിക്കൊണ്ട് അവരിലൂടെ നടപ്പാക്കപ്പെടുന്ന പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെയും അദ്ദേഹത്തിന്റെ പിതാവ് ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെയും ഒക്കെ കാലത്ത് അവര് വലിയ പ്രതാപത്തോടു കൂടി ഒരു വലിയ ഭൂപ്രദേശത്തിന്റെ അധിപന്മാരായിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന, മനുഷ്യ സമൂഹത്തിലെ അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന അല്ലെങ്കിൽ അധിവാസമുണ്ടായിരുന്ന ഭൂപ്രദേശങ്ങളിലെ റൂളിംഗ് സ്റ്റേറ്റ് ആയിട്ട് നിലകൊള്ളുന്ന വിധത്തിലൊക്കെ ബനു ഇസ്രായേൽ സമൂഹം ഉയരുകയുണ്ടായി എന്നത് നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. വലഖദ് ആതൈന മൂസൽ ഹുദ, ഫിറൗൻ ഏറ്റുവാങ്ങിയ, ഫിറൗനും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവരും ഏറ്റുവാങ്ങിയ ദൈവിക ശാപവും അതുപോലെ സൂഉദ്ദാറും ഒക്കെ നമ്മൾ ഇവിടെ പരാമർശിക്കപ്പെട്ട് കണ്ടു. അതിനെ തുടർന്ന് പറഞ്ഞത് മൂസ അലൈഹി ഇസ്ലാമിന് തീർച്ചയായിട്ടും നാം സന്മാർഗം അരുളുകയുണ്ടായി, മാർഗദർശനം നൽകി, ബനു ഇസ്രായേൽ സമൂഹത്തിനെ ദൈവിക ഗ്രന്ഥത്തിന്റെ അനന്തരാവകാശികളാക്കി തീർക്കുകയും ചെയ്തു. ബനു ഇസ്രായേൽ സമൂഹം അതിനെ വേദഗ്രന്ഥത്തിന്റെ അത് ഏറ്റുവാങ്ങി അത് ശിരസ കൊണ്ടു നടക്കുന്ന ആളുകളായിട്ട് അവരെ നാം ഉയർത്തുകയുണ്ടായി എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാം മുഖേന അവർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥത്തിന്റെ അവകാശികളായിട്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ലോക മനുഷ്യ സമൂഹങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഒരു ദൗത്യം നിർവഹിക്കുന്ന ആളുകളായിട്ട് അള്ളാഹു അങ്ങനെ ഒരു പദവി, അങ്ങനെ ഒരു ഉയർന്ന സ്ഥാനമൊക്കെ അവർക്ക് നൽകുകയുണ്ടായി. ആ വേദഗ്രന്ഥത്തിന്റെ കിതാബിന്റെ ഒരു പ്രത്യേകത ഹുദൻ വദിക്റാലി ഉലിൽ അൽബാബ്, അത് സന്മാർഗ ദർശനമാണ്, അതുപോലെ ഒരു ഉത്ബോധനവുമാണ്. ആർക്കാണ്? ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. ബുദ്ധിയുള്ള
കാര്യങ്ങളെക്കുറിച്ച് ചിന്താശേഷിയോടുകൂടി വിലയിരുത്താൻ സന്നദ്ധത കാണിക്കുന്ന ആളുകൾക്ക് ആ കിതാബില് മാർഗദർശനവും ഉത്ബോധനവും അടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് ആ കിതാബിന്റെ കാരണത്താൽ അവരിൽ ചിന്ത ഉണർന്നത് കൊണ്ടാണ് അവരെ മൗലികമായി ചിന്തിക്കാൻ കഴിയുന്നവരും ദൈക്ഷണികമായ വലിയ മികവുള്ളവരും ഒക്കെയായിട്ട് അവർക്ക് ഉയരാൻ കഴിഞ്ഞത് കൊണ്ടാണ് ദീർഘമായ ഒരു കാലം തന്നെ ചരിത്രത്തിൽ അവര് വലിയ ഔന്നത്യമുള്ളവരായിട്ട് നിലകൊള്ളുകയുണ്ടായത്. അവരുടെ പിന്മുറക്കാരും നമ്മുടെ കാലഘട്ടത്തിലൊക്കെ ഉള്ളവർ പോലും ബനു ഇസ്രായേൽ സമൂഹത്തിൽ വളരെ ഉയർന്ന ചിന്താശേഷിയും കഴിവും ഒക്കെ പ്രകടമാക്കുന്ന വലിയ ദൈക്ഷണികമായ മികവുള്ളവരും അതുപോലെ വലിയ ശാസ്ത്രീയമായ കണ്ടെത്തലുകളൊക്കെ നടത്താൻ കഴിയുന്ന ആളുകളായിട്ട് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ ഈ വേദഗ്രന്ഥത്തിന്റെ പിന്മുറക്കാരായി വന്ന അതിന്റെ അനന്തരാവകാശികളായി വന്നതിന്റെ ഫലമായിട്ടൊക്കെ അവരിൽ രൂപപ്പെട്ടു വന്ന ദൈക്ഷണികമായ ഔന്നത്യവും കഴിവുകളും ഒക്കെ ആയിരുന്നു എന്നത് മനസ്സിലാക്കാൻ പ്രയാസമല്ല. വലഖദ് ആതൈനാ മൂസൽ ഹുദ വ ഔറസ്നാ ബനി ഇസ്രാഈലൽ കിതാബ്. ഫിറൗന്റെയും കൂട്ടരുടെയും പരിണിതി നമ്മളിവിടെ കാണുകയുണ്ടായി. എന്നാൽ മറുവശത്ത് മൂസ അലൈഹി ഇസ്ലാമിനും അദ്ദേഹത്തെ പിൻപറ്റിയ ആളുകൾക്കും നാം മാർഗദർശനം നൽകിക്കൊണ്ടിരുന്നു. ബനു ഇസ്രായേൽ സമൂഹത്തിന് അവരെ വേദഗ്രന്ഥത്തിന്റെ തൗറാത്തിന്റെ അനന്തരാവകാശികളായി മാറാൻ അള്ളാഹു സാഹചര്യമൊരുക്കി. ആ വേദഗ്രന്ഥം എന്നത് ഹുദൻ വ ദിക്റാ ലി ഉലിൽ അൽബാബ്, ചിന്താശേഷിയുള്ള ബുദ്ധിപരമായ കഴിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് മാർഗദർശനമാണ്. അതേപോലെ തന്നെ അത് അവർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു ഉത്ബോധനവുമാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പൊ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്ന ആ വേദഗ്രന്ഥം, അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ദൗത്യ നിർവഹണവും ചുമതലയും ഒക്കെ നിർവഹിക്കുന്നവരായിട്ട് അവര് നിലകൊള്ളുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് അവർക്ക് വലിയ ഉയർച്ചയും അതുപോലെ തന്നെ പ്രതാപവും ഒക്കെ നൽകുമായിരുന്നു എന്നതാണ് ഇവിടെ നൽകപ്പെടുന്ന സൂചന. എന്തായാലും ആ ഈജിപ്തിന്റെ പശ്ചാത്തലത്തിൽ നടന്ന ആ സംഘട്ടനത്തില് മൂസ അലൈഹി ഇസ്ലാമും അതുപോലെ റജുലും മിൻ ആലി ഫിറൗൻ എന്ന് വിവരിക്കപ്പെട്ട വ്യക്തിയും ആ രണ്ടുപേരും നിലക്കൊണ്ട, അതുപോലെ ഹാറൂൻ അലൈഹി ഇസ്ലാമും ഒക്കെ നിലക്കൊണ്ടിരുന്ന ആ പക്ഷവും ഫിറൗന്റെ പക്ഷവും രണ്ട് വ്യത്യസ്തമായ നിലപാടുകൾ കാണിച്ച രണ്ട് പക്ഷങ്ങളാണല്ലോ. അതില് ഫിറൗനും ഹാമാനും ഖാറൂനും ഒക്കെ അടങ്ങിയ ആ സംഘം ഏറ്റുവാങ്ങിയ പരിണിതി എന്തായിരുന്നു? മൂസ അലൈഹി ഇസ്ലാമും റജുലും മിൻ ആലി ഫിറൗനും അതുപോലെ ഹാറൂൻ അലൈഹി ഇസ്ലാമും ബനു ഇസ്രായേൽ സമൂഹത്തില് മൂസ അലൈഹി ഇസ്ലാമിനോടൊപ്പം നിലക്കൊണ്ട ആളുകളും ഒക്കെ നിലക്കൊണ്ടതും അവര് തുടർന്ന് ഏറ്റുവാങ്ങിയ പരിണിതി എന്തായിരുന്നു എന്നതും ഇവിടെ വളരെ വ്യക്തമായ വിധത്തില് വിശദമാക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് വെറുതെ പറഞ്ഞിരിക്കുകയല്ല. ഈ സൂറത്തിന്റെ തുടക്കത്തില് വിഷയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹം അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന മക്കയിലെ ആ നിഷേധികളും അതുപോലെ മുശ്രിക്കുകളും ഒക്കെയായി നിലകൊണ്ട ആളുകളുമായിരുന്നല്ലോ തുടക്കം. എന്നിട്ട് അവരുമായി ബന്ധപ്പെട്ട കാര്യത്തില് ചില ചരിത്രപരമായി പ്രയോജനപ്പെടുന്ന കാര്യങ്ങള് ഉണർത്തുന്നതിന് വേണ്ടിയാണ് ഈ സംഭവങ്ങളൊക്കെ വിവരിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ ചർച്ച, ഈ ഭാഷണം വീണ്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലേക്കും അദ്ദേഹം അഭിസംബോധന ചെയ്തിരുന്ന ആളുകളിലേക്കും തിരികെ എത്തുകയാണ്. തുടർന്നുള്ള ആയത്തുകളിൽ നമുക്കത് കാണാൻ സാധിക്കും. അപ്പോ ചരിത്രത്തിലെ ഈ ഒരു കാണ്ഡം അള്ളാഹു ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് സത്യത്തിനു വേണ്ടി, നന്മക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി പ്രവാചകന്മാരെ പിന്തുണച്ചുകൊണ്ട് നിലകൊണ്ട ഒരു സമൂഹം,
ഏത് വിധത്തിലുള്ള ആഖിബത്താണ് ഏറ്റുവാങ്ങുകയുണ്ടായത്? അവരോട് ശത്രുതയോടുകൂടി നിലപാട് സ്വീകരിക്കുകയും അവരെ എതിരിടുകയും ചെയ്ത ശത്രുപക്ഷം എന്ത് വിധത്തിലുള്ള ആക്ഷേപത്താണ് ഏറ്റുവാങ്ങുകയുണ്ടായത് എന്നത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ്. അത് മക്കയിലെ സാഹചര്യങ്ങളുമായിട്ട് അവർക്ക് ചേർത്ത് വെക്കുകയും തട്ടിച്ചു നോക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന വിധത്തില് കാര്യങ്ങൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യാം എന്ന ഒരു സംഗതി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ വിവരണം ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് കാണാൻ സാധിക്കും. തുടർന്നുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബാക്കി വിശദാംശങ്ങൾ തുടർന്നുള്ള ആയത്തുകൾ വിശദമാക്കുന്നതിനോടനുബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.